ആരോഗ്യ കേരളം, സുഭിക്ഷ കേരളം, സുന്ദര കേരളം. അല്ലേ? ആ കോട്ടേഴ്സാണ് ഈ പരിധി കിടക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ കെട്ടിടത്തിൽ. ഈ ദിവസത്തേക്ക് നമ്മുടെ കാശാണ്, ചികിത്സയ്ക്ക് നമ്മുടെ കാശാണ്. നമസ്കാരം. ആറ്റിങ്ങൽ വലിയ ഹോസ്പിറ്റലാണ്. പല പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് വാർത്ത ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, പലപ്പോഴും വയ്യാണ്ടാകുമ്പോൾ എൻ്റെ അടുത്തുകൊണ്ട് വേണ്ട ഹോസ്പിറ്റൽ കൂടിയാണത്. എനിക്ക് അവിടെയൊന്നും അവരുടെ ഉള്ള ആൾക്കാരുടെ കൂടെ എനിക്ക് പരാതിയൊന്നുമില്ല. കാരണം എനിക്കറിയാം അവിടെ ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടറെ ഇടുന്ന ഓടുന്ന ഓട്ടം എനിക്കറിയാം. അദ്ദേഹം രാവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 27-48 മണിക്കൂറൊക്കെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. കാരണം മാൻ സപ്ലൈ ഇല്ല. അങ്ങനെ അവിടെ ഒരു നേത്ര പരിശോധന സംഭവം സ്റ്റാർട്ട് ചെയ്തു. അവിടെ 3-4 ഓപ്പറേഷൻ നടത്തി. ഇപ്പോൾ ആ ഡോക്ടറെ സ്ഥലം മാറ്റി അത് ഒഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ മാറുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരിക്കലും ഇവിടുത്തെ സ്റ്റാഫിനെയോ നേഴ്സിനെയോ ഡോക്ടറെ കുറ്റം പറയില്ല. കാരണം അവർ കഴിവിൻ്റെ പരമാവധി ഒരു പണിയെടുക്കുന്നുണ്ട്. എനിക്കറിയാതെ, ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായും. ഇത് ഇത്രയും വലിയൊരു സൗകര്യം ഉണ്ടായിട്ട് പോലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നില്ല എന്നതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഈ വലിയ ആഘോഷത്തോടു കൂടി ഉദ്ഘാടനം നടത്തി സർജറികൾ, അതിനുശേഷം സർജറി നടത്തി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ തെരുവ് നായകൾക്ക് വിശ്രമ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ സർജറി അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം ഈ എൻ്റെ പുറകിൽ കാണുന്ന ഈ ബിൽഡിങ് കാണിക്കുന്നുണ്ട്. ഈ ബിൽഡിങ് പുതിയ ഒപിക്ക് വേണ്ടി പണിത കെട്ടിടമാണ്. വർഷങ്ങളായി പണിതിട്ട് കാട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട് കയറി. അത് മാത്രമല്ല, എന്താ പറയുക, നിങ്ങളെന്താ പിറകിൽ കാണുന്ന കാഴ്ച കാണും. ഞാനിത് നമ്മൾ കള്ളം പറയുന്നല്ലോ. ഇത് കണ്ടോ നിങ്ങൾ? ഇതെന്തൊരവസ്ഥയാണ്! ഒരു ബിൽഡിങ് നമ്മളെ നികുതി കൊണ്ട് പണിതൊരു ബിൽഡിങ് ഇതൊക്കെ നശിക്കാൻ കിടക്കണം. ഇങ്ങനെ കണ്ടോ? പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടേക്ക് നായ്ക്കളുടെയും പന്നികളുടെയും ഒക്കെ വിരഹ കേന്ദ്രമായി മാറി. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം. ഇവിടെ മുന്നേ ഇവിടെ ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ മണ്ണുകൾ ഇവിടെ നിന്ന് ഈ വിസ്മയ ന്യൂസ് കവർ ചെയ്യുകയുണ്ടായി. അതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിന്റെ മുൻവശം, ഇതിന്റെ പിറകുവശത്ത് വലിയൊരു തോതിൽ ഒരു 25ഓളം മീറ്റർ മതിലിടിഞ്ഞിടക്കുകയാണ്. അപ്പോൾ സാമൂഹിക കാണാം, അപ്രവശം കാണാം. ഞാനത് പോയി ആദ്യമേ നോക്കിയതാണ്. അപ്പോൾ ഒരു കോമ്പൗണ്ടിനകത്ത് ആർക്കും പ്രവേശിക്കാം. ഇതിനകത്ത് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്താം, ഒരു അക്രമം നടത്തിയാൽ ഒളിച്ചിരിക്കാം, അല്ലെങ്കിൽ മോഷണം നടത്തിയാൽ ഒളിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് മദ്യപിച്ചാൽ പോലും ആരും എത്താത്ത തരത്തിൽ അങ്ങനത്തെ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ കെട്ടിടത്തിൽ. ചേട്ടാ, ഇങ്ങനത്തെ ഒരു ബിൽഡിങ് നമ്മളൊക്കെ ഉണ്ടാകണമെങ്കിൽ സപ്രതി നമ്മൾ കുറേ കാശ് ഉണ്ടാക്കിയാൽ ഇതൊക്കെ ബിൽഡിങ് പണിയാൻ പറ്റും. നമ്മളെ നികുതി കാശ് കൊണ്ട് പണിത് വെച്ചിട്ട് ചേട്ടാ ഇതിന്റെ അവസ്ഥ ചേട്ടാ ഇങ്ങനെ കാട് ഇത് നമ്മൾ കൊടുക്കുന്ന കാശല്ലേ? ഇതല്ലാതെ ഈ പറഞ്ഞ വീണാ ജോർജോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ കുടുംബത്തിൽ ഇരുന്ന കാശല്ലേ? കേരളത്തിലെ ആരോഗ്യ രംഗം തന്നെ ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണെന്നുള്ള കാര്യം കേരള ജനതയ്ക്ക് മുഴുവൻ ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ കോട്ടയത്ത് നടന്ന സംഭവം. ഒരു ബിന്ദു എന്ന വീട്ടമ്മ, പാവം, ആ സ്ത്രീ മരിക്കാനുണ്ടായ സംഭവം അവരെ മരിച്ചതല്ല, അവരെ കൊന്നതാണ്. യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ നോക്കണം, പുതിയ ഇതുപോലുള്ള കെട്ടിടങ്ങൾ കെട്ടി അവരിതിങ്ങനെ ഇട്ടേക്കാണ്. ഇതെന്തിനു വേണ്ടിയാണ് ഇട്ടേക്കണമെന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അവിടെ ഇവിടെ നോക്കിയാലോ അത് തന്നെ. ഇവിടെ ഈ ആശുപത്രിയിലുള്ള ആവശ്യത്തിനുള്ള സ്റ്റാഫുകളില്ല. ഈ ഉള്ളവർ അപൂർവം ഒരു ഡോക്ടറായിരിക്കും. ആ ഡോക്ടർ എമർജൻസിയിൽ നിന്ന് നോക്കണം, മറ്റുള്ളിടത്തും ഓടി നടക്കണം, എല്ലായിടത്തും നടക്കേണ്ട ഈ ഒരു ഡോക്ടറായിരിക്കും. എൻ്റെ അനുഭവം ഉണ്ട്. ഞാൻ ഒരു 65 വയസ്സായ ഒരാളാണ്. ഡോക്ടർമാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, നഴ്സുമാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാം ശരിക്കും നല്ലവണ്ണം പണിയെടുക്കുന്നവരാണ്. പക്ഷേ പല പ്രാവശ്യം ഇവിടുത്തെ സൂപ്രണ്ടിനെ കണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. അന്ന് സൂപ്രണ്ട് പറഞ്ഞതാണ്, നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റാഫുകളില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? സൂപ്രണ്ട് എന്നോട് ഞങ്ങൾ നേരത്തെ മുമ്പ് ഒരു ദിവസം സൂപ്രണ്ടിനെ കണ്ടപ്പോൾ സൂപ്രണ്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലുള്ള ഗതികേടാണ്. ഈ സർക്കാരിന് ന്യായമായും ഇവിടെ ഇതുപോലെയുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു നിമിഷം പോലും മന്ത്രിയായി അവിടെ ഇരിക്കാനുള്ള അർഹതയില്ല. അതുമാത്രമല്ല, ഇവിടെ ഒരു കമ്മിറ്റിയുണ്ട്, ICCC, അങ്ങനെ എന്തോ ഒരു കമ്മിറ്റിയാണ്. അത് പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു. ആ ബിൽഡിംഗ് എന്തിനാ പണിയുന്നത് അറിയാമല്ലോ? ഈ ബിൽഡിംഗ് പണിത സ്റ്റാഫ് വേണ്ടേ? ഈ പറഞ്ഞോട്ടെ, മാൻ സപ്ലൈ ഇല്ല. HWC എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ട്. എന്തിനാണ് ആ കമ്മിറ്റി? എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ കുറേ ഇവിടെ നടക്കുന്നത് കുറേ DYFIക്കാർക്കും CPMനും വേണ്ടി പിൻവാതിൽ നിയമനത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാത്രം ഇത് മാറ്റിയിരിക്കുകയാണ്. ഇവിടുത്തെ സ്റ്റാഫുകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ അറിയാം. പിൻവാതിൽ നിയമനം
മനസ്സിലായില്ലേ? അതാണ് ചേട്ടാ അതിന് തെളിവല്ലോ ഉണ്ടോ? വെറുതെ ആരോപിക്കാം. ഇല്ല, ഇതിന് മുമ്പ് വന്ന സൂപ്രണ്ടിനെ പറഞ്ഞിട്ടുണ്ട് താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പലരും. അതെങ്ങനെ വന്നു താൽക്കാലിക ജീവനക്കാർ? ഇതിന് മുമ്പ് ഒരു സമയത്ത് ഞങ്ങൾ സൂപ്രണ്ടെ കണ്ടായിരുന്നു. അന്ന് സൂപ്രണ്ട് പറഞ്ഞാണ് എത്ര സ്റ്റാഫുകൾ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇന്നവരുണ്ട് ഇത്ര പേര് ഡോക്ടർമാരില്ല. അത് മാത്രമല്ല, ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇല്ല. ഡോക്ടേഴ്സിന്റെ ഇത് ലഭ്യത കുറവാണ്, നഴ്സുമാരുടെ ലഭ്യത കുറവാണ്. അവര് എന്താ സൂപ്പർമാൻ പോലും ഇങ്ങനെ ജോലിയില്ല. കാരണം അത്രയും തന്നെ ഇത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഐയുടെ സ്പെഷ്യൽ ഡോക്ടർ ഇല്ല, സ്കിൻ ഡോക്ടർ സ്കിൻ ഡോക്ടർ ഇല്ല, അവര് പോയി. അപ്പൊ പ്രധാനപ്പെട്ട രണ്ട് ഡോക്ടേഴ്സ് ഇല്ല. അതിനുവേണ്ടി ജനറൽ ഡോക്ടറാണ് ഇതെല്ലാം കവർ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവിടെ തെരുവ് നായകളെ വളർത്തുന്ന ഒരു സംവിധാനമാണ് ആറ്റിങ്ങൽ നഗരസഭ കുറെ നാളുകളായി. നമ്മളെ പിറകിൽ നിൽക്കുന്ന വണ്ടി ഈ വാഹനങ്ങളുടെ ബാക്കിൽ നോക്കിയാൽ അറിയാം, ഒരു വൃത്തിയുമില്ല. ഒരു പരിസരം പോലും വൃത്തിയാക്കാൻ കഴിയാത്ത ആറ്റിങ്ങൽ നഗരസഭ എങ്ങനെയാണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത്? കേരള നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അത് നമുക്ക് തമാശയായിട്ടെങ്കിലും കൈകാര്യം ചെയ്യാമെന്ന് പറയും. പക്ഷേ ആറ്റിങ്ങൽ നഗരസഭ എല്ലാ വർഷവും 1ാം സ്ഥാനം വാങ്ങുന്ന ആറ്റിങ്ങൽ നഗരസഭ ഹരിതകർമ്മ സേനയുണ്ട്, വൃത്തിയാക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനം നിൽക്കുന്ന പന്നി വളർത്താനും പട്ടി വളർത്താനും കുറേ പോച്ചകൾ കിട്ടുന്നു. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, അവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ട്. നമ്മൾ അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകേണ്ടതാണ്. ഈ അവിടെ കാട് കയറി കിടക്കുന്നു. അതൊന്ന് വൃത്തിയാക്കാൻ ഇവിടുത്തെ ഒരു അധികാരികളും നഗരസഭ പോയിട്ട് ഈ വാർഡിലെ കൗൺസിലർ പോയിട്ട് ഇവിടുത്തെ ഒരു ജനപ്രതിനിധികളും ഇതിനെതിരെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് സാധാരണ ഒരു പരാതി കൊടുക്കുമ്പോൾ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് അവർ പ്രതിഷേധിച്ചോട്ടെ, അവർ അങ്ങനെ ഈ ചാനലിൽ കൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. സങ്കടം എന്ന് പറഞ്ഞാൽ ചേട്ടാ, ഈ ഒരു ബിൽഡിംഗ് പണിതിട്ടിട്ട് എൻ്റെ പൊന്നു ചേട്ടാ, ഇത് എന്താ അവസ്ഥ ചേട്ടാ? ഇത് നാടും കയറി പുതിയ OP ബിൽഡിംഗ് അല്ലേ? ഇതിന്റെ മറുവശം ആർക്കും ഇതിനകത്ത് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ് ആശുപത്രി. നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് പടുത്തുയർത്തിയ ഹോസ്പിറ്റലിലെ ചുറ്റുപാടാണ് കാണുന്നത്. പുതിയ OP വേണ്ടിയാണ്. എന്തൊരവസ്ഥ ഇത്! ആരോഗ്യ കേരളം, സുഭിക്ഷ കേരളം, സുന്ദര കേരളം. അതെ, താമസിക്കുന്ന പഴയ കോട്ടേഴ്സാണ്. കോട്ടേഴ്സാണോ? ഇത് കോട്ടേഴ്സാണ്. അത്രയും അങ്ങേറ്റം വരെ ഉണ്ട്. എൻ്റെ പൊന്നു ഭഗവാനെ, കോട്ടേഴ്സാണ്. ആ കോട്ടേഴ്സാണോ ഈ പരിധി കിടക്കുന്നത്? വളരെ പഴക്കമുള്ള കോട്ടേഴ്സാണ്, വളരെ പഴക്കമുള്ള. മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. മെയിൻ്റെനൻസ് ഒന്നുമില്ല, 10 പൈസക്ക് മെയിൻ്റെയിൻ ചെയ്യില്ല. അന്ന് ഹോട്ടലിൽ തന്നെ കിടക്കും. പാമ്പ് പോലും ഉണ്ടോ ഈശ്വര? ഒന്നും പറയണ്ട. എന്തെല്ലാം എല്ലാവരും ചോദിക്കും നമ്മളെ നികുതി പണം എങ്ങോട്ട് പോകണം. കണ്ട കാഴ്ച ഇതൊക്കെയാണ് നികുതി പണം. ആള് താമസമില്ല ഇപ്പം. നികുതി പണം പോകുന്ന കാഴ്ചകളാണ്. ഇവിടെ എന്തും നടക്കാം. അങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ അനാശാസ്യോ മദ്യപാനോ എന്ത് വേണമെങ്കിലും. ബാക്കിൽ ഗേറ്റ് പിടിച്ചിട്ടുണ്ടല്ലേ? ഈശ്വര, ആശുപത്രി മതിലാണ് അത് ഇടിച്ച് കളഞ്ഞു. അതിപ്പോ കെട്ടാൻ ആളില്ല. അതിപ്പോ സാധനങ്ങൾ കയറ്റി വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എങ്കിലും ഇടിച്ച് മുൻവശത്ത് ആവശ്യമുള്ള സ്ഥലം ഉണ്ട്. അവിടെ അത്രയും വലിയ ഡോർ അവിടെയില്ലേ? ആ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നേഴ്സുമാർക്കുള്ള ബിൽഡിംഗ് കോട്ടേഴ്സ് ആയിരുന്നു. അവിടെ ഡോറിൽ തുറന്നു നടക്കുന്നു. ഇവിടെ ഇപ്പൊ രാത്രി ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് മദ്യപിക്കുക? ഇത് തന്നെ ഉണ്ടല്ലോ, ആർക്കും ഇതുവഴി പോവാം, ആർക്കും ഇതുവഴി കയറാം. എന്ത് കൂത്ത് വേണമെങ്കിലും നടത്താം. ആർക്ക് വേണം എന്ത് കൂത്ത് വേണം നടത്താം. തുറന്നു കിടക്കുകയാണ് 4 ഭാഗം. നമുക്ക് മദ്യപിക്കാനും ഉല്ലസിക്കാനും ആറ്റിങ്ങൽ നഗരസഭ വളരെ ഭംഗിയായി കെട്ടി നിർമ്മിച്ച് നൽകിയ കെട്ടിട നിർമ്മാണമാണെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇത് നോക്കുക, ഏകദേശം എത്രത്തോളം മീറ്റർ വരും? ഒരു സർക്കാർ സ്ഥാപനത്തിൽ അതിക്രമിച്ച് കയറിയാൽ ഉണ്ടാകുന്ന ഈ ബിൽഡിംഗ് എന്താണെന്നറിയോ? അതറിയില്ല. ഇത് പുതിയ ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ഇത് ഇങ്ങനെ കോൺട്രാക്ട് കൊടുത്തിട്ട് കെട്ടിയിടല്ലേ? നമ്മുടെ എന്ന് പറയാ ഈ പറയുന്ന എല്ലാ ആൾക്കാർക്കും ഓരോരോ ഫണ്ട് ഉണ്ടാവും. ഈ പിന്നെ പഞ്ചായത്ത് അധികൃതർക്കോ അല്ലെങ്കിൽ ഗ്രാമസഭയ്ക്ക് പിന്നെ നമ്മളെ നഗരസഭയ്ക്കൊക്കെ ഫണ്ട് ഉണ്ടാവും. ഈ ഫണ്ടൊക്കെ ഉപയോഗിച്ച് ആ ഫണ്ട് എവിടുന്ന് വരുന്നു? നമ്മുടെ കാശ്, നമ്മുടെ നികുതി പണം. ആ കാശ് കൊണ്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും കോൺട്രാക്ടർ തലയ്ക്ക് അടിച്ചേൽപ്പിച്ച് അയാളെ കൊണ്ട് ബിൽഡിംഗ് പണിതിട്ട് ഇങ്ങനെ നശിപ്പിച്ച് കൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ കൊടുക്കുന്ന നമ്മൾ ഞെക്കിപ്പിഴിഞ്ഞുണ്ടാകുന്ന കാശാണ്. ഈ കറണ്ട് ബില്ലായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമായാലും നമ്മൾ ഞെക്കിപ്പിഴിഞ്ഞ് നമ്മളെ ഭക്ഷണം പോലും മുടക്കിയിട്ട് നമ്മൾ എടുത്ത് അടയ്ക്കും. കാരണം വേറെ ഒന്നുമല്ല, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് ഇതൊക്കെ നമ്മൾ അടയ്ക്കണം. വേറെ കെട്ടിട നികുതി ഇതൊക്കെ അടയ്ക്കേണ്ടി വരും നമ്മൾ. ആ കാശാണ് ഇങ്ങനെ വേസ്റ്റായി പോകണമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണെങ്കിൽ സങ്കടം. കാരണം എന്തൊരവസ്ഥയാണിത്.
നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ നോക്കണം, അവിടെ പഞ്ഞിയില്ല. എന്തിന് സർജറിക്ക് നൂല് പോലും വാങ്ങി കൊടുക്കേണ്ട അവസ്ഥയിലാണ് നീ കിടക്കുന്നത്. അപ്പോഴാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ മുതൽ മുടക്കി ഇങ്ങനെ ബിൽഡിങ്ങുകൾ കെട്ടി ആർക്കും ഉപയോഗമില്ലാത്ത രീതിയിൽ ഇതുപോലെ 4 വശവും തുറന്നിട്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കാതെ കാടും കയറി ഞാനിത് എൻ്റെ വാക്ക് കൊണ്ടോ സംസാരം കൊണ്ടോ പറയുന്നതല്ല, ഞാനിത് വിഷ്വൽ കാണിക്കണം, നിങ്ങൾ എല്ലാവർക്കും വിഷ്വൽ കാണിക്കണം. ഇതാണ് അവസ്ഥ. എനിക്ക് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സംഖ്യയാക്കും, നമ്മുടെ കമ്മിയാക്കും, നമ്മുടെ കോൺഗ്രസ് ആക്കും, ഒക്കെ ആക്കും. പക്ഷേ അതൊന്നല്ല. സത്യം മനസ്സിലാക്കുക, തിരിച്ചറിയുക. അറിവല്ല, തിരിച്ചറിവാണ് പ്രധാനം. ഇത്രയും കാശൊക്കെ വേസ്റ്റായി പോകുന്നത് നമ്മുടെ ഈ ഒരു കുഞ്ഞു ഗ്രാമമല്ലേ, ഒരു കുഞ്ഞു സ്ഥലമല്ലേ പിന്നെ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാൽ. അവിടെ ചെറുപ്പേഴ്സ് കാണാൻ പറ്റുന്നെങ്കിൽ ഒരുപാട് സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അവർക്കൊന്നും അവർ അഡ്വക്കേറ്റും കൂടെ നഗരസഭയുടെ അധ്യക്ഷൻ 1500-ൽ പരം രോഗികൾ, 1000-ന് മുകളിൽ രോഗികൾ നിത്യേന വരുന്ന ഒരു ഹോസ്പിറ്റലാണിത്. ഇവിടെ നിന്നെല്ലാം ആൾക്കാർ വരുന്നുണ്ടെന്നറിയാം. അതിന് വേണ്ടുന്ന സ്റ്റാഫ് ഇവിടെ ഇല്ല. ഉള്ള ഡോക്ടർമാരും നഴ്സുമാരും അവരെ കഴിയുന്നതും ഒത്തിരി അധികവും പണി ചെയ്താണ് അവർ ഇവിടെ പോകുന്നത്. ആരെങ്കിലും പറഞ്ഞാൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ അതൊക്കെ പറഞ്ഞാൽ നഗരസഭ ചെയർപേഴ്സൺ വരില്ല. നഗരസഭ ചെയർപേഴ്സൺ വരുന്നത് കൂടുതലും ഉദ്ഘാടനം ചെയ്യുവാൻ, പത്രത്തിൽ പടം വരുന്ന പരിപാടികൾക്ക്, ഫേസ്ബുക്കിൽ പടം വരുന്ന പരിപാടികൾക്ക്. അതിലാണ് ഏറ്റവും കൂടുതൽ നഗരസഭ ചെയർപേഴ്സൺ ഈ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് വരുന്നത്. കാരണം ഇവിടെ പരിസരം നോക്കിയാൽ തന്നെ അറിയാം. നമ്മളിപ്പോൾ നിന്നപ്പോൾ തന്നെ 2 ആളുകൾ നടന്നുപോയി. അവരാരാണ് എന്താണെന്ന് നമുക്കറിയില്ല. ഇതുവഴി ഒരു അക്രമി നടന്നു പോയാലും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ആറ്റിങ്ങൽ പട്ടണത്തിൽ ഒരു മാലമോഷണം നടന്നു. ആ മാല മോഷിച്ച കള്ളന് ഇതിനകത്ത് വന്ന് സുരക്ഷിതമായിരിക്കാം. അപ്പോൾ അത്രയും സൗകര്യങ്ങൾ ഇവിടെ പ്രധാനമായി അവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് ആളുകൾക്കുണ്ട്, ബൈസ്റ്റാൻഡറുണ്ട്. അവർക്ക് ഇരിക്കാൻ തന്നെ സ്ഥലമില്ല. അവർ തിണ്ണയിലും അവിടുത്തെ കസേരയിലൊക്കെയാണ് ഇരിക്കുന്നത്, അതും പുറത്ത്. ശരി, എന്തായാലും നമ്മളെല്ലാം ക്രോഡീകരിക്കുകയാണ്. കാരണം വെച്ചാൽ എനിക്ക് ജാതി മതം രാഷ്ട്രീയമൊന്നുമില്ല. നമ്മൾ പക്കയായിട്ട് എന്ത് കാര്യമുള്ള മൂത്തൊക്കെ പറയും. പണി അറിഞ്ഞില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക, അടുത്ത കളയിപ്പിക്കുക. 50 കൊല്ലം കൊണ്ട് ഇവിടെ താമസിക്കുന്ന പരിസരവാസിയാണ്. ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും എല്ലാം കൊടുക്കുന്നത് വളരെ കൂടിയ 1000 രൂപ, 500 രൂപ, 400 രൂപ എന്നുള്ള ഒരു റേറ്റാണ്. ഒരു പാവപ്പെട്ട ജനങ്ങളാണ് ഇവിടെ വരുന്നത്. അവർക്ക് ഇത് ഒന്ന് കുറച്ചു കൊടുക്കാൻ പറ്റുന്ന രീതി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നഗരസഭയിൽ പൈസ നഗരസഭയ്ക്ക് പോകുന്നതെന്നോ ആർക്ക് പോകുന്നതെന്നോ അറിയില്ല, ആരോഗ്യ വകുപ്പിന് പോകുന്നോ അറിയില്ല. പക്ഷേ ഇത് വളരെ മോശമായ ഒരു രീതിയാണ്. പാവങ്ങളെ പിടിച്ചുപറിക്കുന്ന, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് പിടിച്ചുപറിക്കുന്ന ഒരു രീതിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അത് ഒന്ന് ആലോചിച്ച് കണ്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ആശുപത്രിയുടെ ശൗചാലയമാണ്. എനിക്കെന്താ പറയണമെന്ന് അറിയില്ല. അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് അപ്പം തുടങ്ങി ഓടി. കാരണം ഈ പ്രസവന്റെ കൂടെ നിൽക്കുന്ന ശൗചാലയം അല്ലേ ഇത്? ഇതിന്റെ അവസ്ഥയായിട്ട് നിറഞ്ഞ മോശമായ ഇത് കുറച്ച് ദിവസം മുമ്പ് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ആ വിഷയം സൂപ്രണ്ടിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, അതൊന്ന് വൃത്തിയാക്കാൻ ഇവിടെ എല്ലാം സൗകര്യവും ഒരുക്കുന്നു നഗരസഭ പറയുന്നു. നഗരസഭയാണ് ഇത് കാണേണ്ടത്. കാരണം നമ്മളിത് കെട്ടിച്ചമച്ച കഥയൊന്നുമല്ല. നമ്മൾ നേരിൽ കാണുന്ന, കണ്ണുകൊണ്ട് കാണുന്ന ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ഒരു ശൗചാലയം, ആ ശൗചാലയത്തിന്റെ അവസ്ഥ ഇതിൻ്റെ അധികാരികൾ മനസ്സിലാക്കാനുള്ള ഇതുപോലുള്ളൊരു ശൗചാലയത്തിൽ അവരാണെങ്കിൽ പോകും, നമുക്കാണെങ്കിൽ പോകാൻ പറ്റും. ഒരു ശൗചാലയം ഞാൻ ഒറ്റ നോക്കി ഞാൻ ഇറങ്ങി പോകുന്നു. ചേട്ടാ, ഒരു ശൗചാലയം പോലും വൃത്തിയാക്കാൻ കഴിവില്ലാത്ത ആറ്റിങ്ങൽ നഗരസഭയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന രോഗികൾക്ക് മാത്രമല്ല, ബൈസ്റ്റാൻഡർക്ക് പോലും അടിസ്ഥാന സൗകര്യമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുക ഈ ഒരു കാര്യം മാത്രം മതി. ജീവൻ പേടികൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയേക്കാണ്. ജീവനെ പേടിച്ചിട്ടാണ്. അയാൾക്ക് സ്വന്തം സാധാരണക്കാരായ പാവങ്ങൾക്ക് പോകാൻ പറ്റും. ചാനലുകാരൊക്കെ ന്യായീകരിച്ചിട്ട് നോക്കിയോ? കാരണം അത്രയും വലിയ വിദഗ്ധ ചികിത്സ അവിടെ ഉള്ളു. പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? അല്ല, ഇത് 60-62 പേരെയും താൽക്കാലിക നിയമനം എടുത്തിട്ടുണ്ട്. ക്ലീനിങ് ജോലിക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ പിന്നെ വലിയ ചാനലുകാർ അവർ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. അവർ വന്നിട്ട് അതിന് ചികിത്സ അവിടെ ഉള്ളൂ. എന്തൊരു ബ്ലണ്ടർ അടിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ എത്രയോ പേര് ഇപ്പം എനിക്ക് തന്നെ, അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് ഞാൻ ഓരോ ആൾക്കാർക്ക് വേണ്ടി ഞാൻ വാർത്ത ചെയ്യാനുണ്ട്. 3 ലക്ഷം രൂപ അങ്ങനെ കിട്ടിയ ചികിത്സിക്കുക, അങ്ങനെ വാർത്തകളുണ്ട്. കിട്ടാത്ത നമ്മുടെ പ്രജകളെ നോക്കേണ്ട ആള് അമേരിക്ക പോയിക്കും.
അത് പോയ അതിന് ന്യായീകരിക്കാൻ സാറ്റലൈറ്റ് ചാനലായിരുന്നു. ആ പോയ സമയം കൂടെ നോക്കണം. ഒരു ഹോസ്പിറ്റലിൽ തകർന്ന് മണ്ണിനടിയിൽ ഒരു സ്ത്രീ കിടന്ന് ഇപ്പം മണ്ണിനടിയിൽ ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞ അവസാനം ചാണ്ടി ഉമ്മ മരേണ്ടി വന്നു. എന്തിന്? അവളെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ. ശരി, നമ്മുടെ ആരോഗ്യസ്ഥിതിയുടെ പരിതാവസ്ഥയെക്കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കരഞ്ഞു പിടിച്ച് പറയേണ്ടതും കാര്യമില്ല. എന്തായാലും തിരിഞ്ഞു നോക്കില്ല. ജനങ്ങൾക്ക് പട്ടികളുടെ വിലയാണ്. പട്ടികളുടെ വില. ഞാൻ ഒരു ശൗചാലയത്തിനുണ്ടല്ലോ, ഞാനിതൊക്കെ കണ്ട് കയറി നോക്കാം. പട്ടികളുടെ വിലയുള്ള കുറേ പൊതുജനം കരുതുകയാണെന്നൊക്കെ അവരൊക്കെ തന്നെ പറയും. നമ്മൾ വീണ്ടും വോട്ട് ചെയ്യും, കൊത്ത് അവരെ ജയിപ്പിക്കും. ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇവർ നിൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരാണ്. അവർ ചിലപ്പോൾ നാളെ പാടി നിൽക്കണമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. എന്താ എനിക്ക് വിഷയമല്ല. ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത് ആര് കയറിയാലും എന്ത് കയറിയാലും നമുക്ക് ജനങ്ങളാണ് നമ്മുടെ കാശ് കൊണ്ടാണ് അവരെല്ലാം ഭരിക്കുന്നതും. ഇവർ ഇന്നോവ കാറിൽ പോകുന്നതും മറ്റേ വലിയ കാറിൽ പോകുന്നതും അകമ്പിടി ചെയ്യിക്കുന്നതെല്ലാം നമ്മുടെ കാശാണ്. ഈ ദിവസത്തേക്ക് നമ്മുടെ കാശാണ്. ചികിത്സയ്ക്ക് പോകുന്ന നമ്മുടെ കാശാണ്. അല്ലാതെ ഇവിടെ ആരും കുടുംബത്തിൽ നിന്ന് ആരും കൊണ്ടൊന്നും കാശ് ചിലവാക്കുന്നില്ല. വിസ്മേശ്വരൻ്റെ ക്യാമറ അന്വേഷിച്ചപ്പം സീത് മാരാ സൈനിങ് ഓഫ്.